സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി 2ാം വർഷ BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പോയട്രി ടെസ്റ്റ് ആയിട്ടുള്ള കാവ്യതാരയിലെ 11ാമത്തെ ചാപ്റ്റർ നാഗാർജുന്റെ കാളിദാസ് എന്ന പോയമാണ്. ആ പോയത്തിന്റെ ഏകദേശം സമ്മറി അടങ്ങുന്ന ഭാവാർത്ഥമടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ പദ്യത്തിൽ നിന്ന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നോട്ട്ബുക്കും ഒരു പെന്നോ പെൻസിലോ കരുതുക. നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്കറിയാൻ പാടില്ലാതെ ഉണ്ടെങ്കിൽ ആ വേർഡ് എഴുതിയിട്ട് അതിന്റെ മീനിങ് കൂടെ കുറിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. कालिदास कविता में नागार्जुन ने क्या भाव प्रकट किया है? ഇതാണ് ക്വസ്റ്റ്യൻ. കാളിദാസ് എന്ന കവിതയിൽ നാഗാർജുൻ എന്ത് ഭാവമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്? നമുക്കറിയാം, കാളിദാസ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനായ ഒരു കവിയാണ്. നാഗാർജുൻ കാളിദാസിനെ പറ്റി വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുന്ന ഒരു കവിതയാണ് കാളിദാസ് എന്ന് പറയുന്നത്. കാളിദാസന്റെ വളരെ പ്രസിദ്ധമായ പല രചനകളും വായിച്ചിട്ട് അതിൽ കാളിദാസനോട് നാഗാർജുൻ ചോദിക്കുകയാണ്, അല്ലയോ കാളിദാസ, അങ്ങ് സ്വന്തം അഭിപ്രായമാണോ പ്രകടിപ്പിച്ചിരിക്കുന്നത്, അതിലെ കഥാപാത്രത്തിന്റെ അഭിപ്രായമാണോ എന്ന് പല ഭാഗത്തും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഈ സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമ്മറി നോക്കാം. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ വായിക്കാം. കാളിദാസ് കവിതാ में നാഗാർജുൻ ने क्या भाव प्रकट किया है? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആണ് പറയുന്നത്. നാഗാർജുൻ മാർക്സ്വാദി വിചാർധാര की കവി है. നാഗാർജുൻ മാർക്സ്വാദി വിചാർധാരയിൽപ്പെട്ട കവിയാണ്. അതായത് മാർക്സിസ്റ്റ് ചിന്താഗതിയോടുകൂടി കവിതകൾ രചിക്കുന്ന ഒരു കവിയാണ് നാഗാർജുൻ. നിരാല के बाद वे हिंदी के दूसरे विद्रोही कवि है. സൂര്യകാന്ത് ത്രിപാഠി നിരാല കഴിഞ്ഞാൽ രണ്ടാമത്തെ വിപ്ലവ കവി എന്നാണ് ശ്രീ നാഗാർജുനെ എല്ലാവരും കണക്കാക്കുന്നത്. വേ अपने कवि जीवन के अनुभवों को आत्मसात करके उन्हें अपनी कविताओं में व्यक्त करते हैं. അദ്ദേഹം വേ എന്ന് പറഞ്ഞാൽ നാഗാർജുൻ അപ്നെ കവി ജീവൻ കെ അനുഭവവും കോ തന്റെ കവിതാ രചന ജീവിതത്തിലെ അനുഭവങ്ങളെ ആത്മസാത്ത് കർക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഉനേം അപ്നെ കവിതാവോമേം വ്യക്ത കർത്തെ ഹെ അത് തന്റെ കവിതയിൽ വ്യക്തമാക്കുന്നു. നാഗാർജുനെ अपनी कविताओं में दरिद्र एवं बेबस मानव की पीड़ा को अभिव्यक्त किया है പ്രകടിപ്പിക്കുന്നു, പ്രസിദ്ധീകരിക്കുന്നു എന്നൊക്കെ മീനിങ്. നാഗാർജുനെ അപ്നി കവിതാവോമേ തന്റെ കവിതകളിൽ നാഗാർജുൻ ദരിദ്ര ഏവം ബേബസ് മാനവക്ക് പീഡാക്കോ ദാരിദ്ര്യവും ദുരിതവും അനുഭവിക്കുന്ന മനുഷ്യ ജീവിതത്തെ അഭിവ്യക്തി കിയാഹെ പ്രകടിപ്പിക്കുന്നു, വായനക്കാരന്റെ മുൻപിലേക്ക് പ്രകടിപ്പിക്കുന്നു. കിൻകെ വിചാർ മേ ശ്രീ നാഗാർജുൻ की विचार में अन्य कवि भी ऐसा ही करते हैं. മറ്റുള്ള കവികളും ഇപ്രകാരം ചെയ്യുന്നു. സംസ്കൃതക്കെ മഹാൻ കവി കാളിദാസ് ഭി സംസ്കൃതത്തിലെ മഹാകവി കാളിദാസനും ഇസ്ക അപവാദ നഹീം ഇതിൽ നിന്ന് ഒട്ടും അപവാദമല്ല. ഉन्होंने കാളിദാസ് को अपना प्रिय कवि माना है. അദ്ദേഹം കാളിദാസനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായിട്ട് കരുതുന്നു. और मेघदूत का अनुवाद 1935 में किया है अथवा 1935 में 1935 1935 उन्होंने कालिदास को अपना प्रिय कवि माना है और मेघदूत का अनुवाद കാളിദാസന്റെ
ഏറ്റവും പ്രസിദ്ധമായ ഒരു രചനയാണ് മേഘദൂത്. ആ മേഘദൂത് 1935 അദ്ദേഹം തർജ്ജമ ചെയ്തു അഥവാ വിവർത്തനം ചെയ്തു. കാളിദാസ് കവിതാമേ. കാളിദാസ് എന്ന ഈ കവിതയിൽ രഘുവംശ कुमार संभव और मेघदूत काव्यों के मार्मिक प्रसंगों को दृष्टि में रखकर नागार्जुन उन काव्यों के रचयिता महाकवि कालिदास से कुछ प्रश्न पूछते हैं. ഇതാണ് ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം വളരെ വിശദീകരിച്ച് ഇവിടെ പറയുന്നുണ്ട്. കാളിദാസ് എന്ന കവിതയിൽ രഘുവംശ കുമാരസംഭവ മേഘദൂത് ഇത് മൂന്നും കാളിദാസന്റെ വളരെ പ്രസിദ്ധമായ കവിതകളാണ്. ഒന്ന് മേഘദൂത്, രഘുവംശ കുമാരസംഭവം. കാളിദാസ് കവിതാമേം രഘുവംശ കുമാരസംഭവ മേഘദൂത് काव्यों के मार्मिक प्रसंगों को दृष्टि में रखकर ഈ മൂന്ന് കവിതയിലെയും മർമ്മപ്രധാനമായ കാര്യങ്ങളെ അദ്ദേഹം തന്റെ ദൃഷ്ടിയിൽ വെച്ചുകൊണ്ട് നാഗാർജുൻ ഉൻ കാവ്യോക്കെ രചയിത ഈ കാവ്യങ്ങൾ രചിച്ച കാളിദാസനോട്, മഹാകവി കാളിദാസനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. രഘുവംശ काव्य के अज विलाप प्रसंग की ओर इशारा करते हुए നാഗാർജുൻ പൂछते हैं. ആദ്യത്തെ രഘുവംശത്തിൽ നിന്നുള്ള തീം വെച്ചുകൊണ്ട്, രഘുവംശത്തിന്റെ കണ്ടന്റ് വെച്ചുകൊണ്ട്, അതിലെ കഥ വെച്ചുകൊണ്ട് നാഗാർജുൻ ചോദിക്കുകയാണ്, ഹേ കാളിദാസ്, അല്ലയോ കാളിദാസ, സച്ച് ബദലാന, സത്യം പറഞ്ഞാലും ഇന്ദുമതി के मृत्युशोक से अज रोए थे तुम स्वयं रोए थे. ഇന്ദുമതിയുടെ മരണത്തിൽ അജ് രാജാവാണോ കരഞ്ഞത്, അഥവാ താങ്കൾ സ്വയം കരഞ്ഞു പോയതാണോ? ആ രചന അജ് രാജാവിന്റെയും ഇന്ദുമതിയുടെയും പവിത്രമായ പാവനമായ സ്നേഹവും ആ സ്നേഹത്തിന്റെ അവസാനം ഇന്ദുമതിയുടെ മരണവും ആ മരണത്തിൽ അജ് രാജാവിന്റെ സങ്കടവുമാണ് മഹാകവി കാളിദാസൻ പ്രകടിപ്പിക്കുന്നത്, രചിക്കുന്നത്. ആ ദുഃഖത്തിൽ യഥാർത്ഥത്തിൽ അജ് രാജാവിനാണോ അഥവാ കാളിദാസനാണോ ഏറ്റവും കൂടുതൽ വേദനയുണ്ടായത് എന്നാണ് നാഗാർജുൻ കാളിദാസനോടായിട്ട് ചോദിക്കുന്നത്. കവിക്കു ഐസ പ്രതീത് ഹോത്താ ഹെ കി, കവിക്ക് ഇപ്രകാരം തോന്നുകയാണ്, ഇന്ദുമതിക്ക് വിയോഗമേം അജ് നഹി, അജ് രാജാവല്ല, ബൽക്കി കാളിദാസ് ഹി ആം സുബാത്തെ, നേരെ മറിച്ച്, ബൽക്കി നേരെ മറിച്ച് കാളിദാസൻ തന്നെയാണ് കണ്ണുനീർ പൊഴിച്ചത് എന്ന് നാഗാർജുൻ അദ്ദേഹത്തിനോടായിട്ട് പറയുകയാണ്. കുമാർ സംഭവ കാവ്യക്കെ തീസരെ സർഗമേം, കുമാരസംഭവം എന്ന കാവ്യത്തിന്റെ 3-ാം സർഗത്തിൽ വർണ്ണിത കാമ ദഹൻ और चौथे सर्ग में वर्णित रति विलाप के मार्मिक प्रसंगों के आधार पर കവി നാഗാർജുൻ കുമാരസംഭവം എന്ന കാവ്യത്തിന്റെ 3-ാം സർഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാമദേവന്റെ ദഹനം, 4-ാമത്തെ സർഗത്തിൽ പറഞ്ഞിരിക്കുന്ന രതീദേവിയുടെ വിലാപം, കാമദേവന്റെ ഭാര്യയാണ് രതീദേവി, കാമദേവൻ എപ്രകാരമാണ് ദഹിച്ചുപോയതെന്നുള്ള ഒരു കഥയൊക്കെ നിങ്ങൾക്കറിയാം. ഭഗവാൻ ശിവന്റെ തൃക്കണ്ണ് തുറന്ന് അതിൽ നിന്നുള്ള ജ്വാലയേറ്റ് ഭഗവാൻ തന്നെ ദഹിപ്പിച്ചു കളഞ്ഞതാണ് കാമദേവനെന്ന് ഉള്ള ഒരു കഥ നിങ്ങൾ വായിച്ചിട്ട് ഉണ്ടായിരിക്കും. 4-ാം സർഗത്തിൽ പറഞ്ഞിരിക്കുന്നത് രതീദേവിയുടെ വിലാപവും ആണ്. അപ്പോൾ 3-ാം സർഗത്തിൽ കാമദേവന്റെ ദഹനത്തെ പറ്റിയും 4-ാമത്തെ സർഗത്തിൽ രതീദേവിയുടെ വിലാപത്തെ പറ്റിയും കാളിദാസൻ കുമാരസംഭവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. നാഗാർജുൻ ഭഗവാൻ ശങ്കർ की तीसरी आंख से निकली अग्नि की ज्वाला में, ഭഗവാൻ ശങ്കരന്റെ, ഭഗവാൻ ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് പുറപ്പെട്ട
അഗ്നി ജ്വാലയിൽ ഈസേ മിലി ഹുയി ശുഷ്ക് ഹവൻ കി ലക്കടി കെ സമാൻ, നെയ് പുരട്ടിയ ഉണങ്ങിയ ഒരു മരക്കമ്പ് പോലെ തിച്ചാമ്പലായ കാമദേവ് ജബ് ജൽക്കർ ഭസ്മ ഹോ ഗയാ രതി കെ കരുണ ക്രന്ദൻ കോ സുൻകർ. അപ്പോൾ രതി ദേവിയുടെ കരുണ നിറഞ്ഞ കരച്ചിൽ കേട്ടിട്ട് തുമാരി ആംഖേ ഗീലി ഹുയി, നിങ്ങളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. കാളിദാസ് തും സച്ച് സച്ച് ബതാവോ കി രതിനെ വിലാപ് കിയാ ഥാ യാ തുമ്നെ സ്വയം കിയാ ഥാ. കാളിദാസ് സത്യം പറയൂ, യഥാർത്ഥത്തിൽ രതിയാണോ കരഞ്ഞത്, താങ്കൾ തന്നെയാണോ കരഞ്ഞത്? വർഷാ ഋതു की भीगी धरती, आषाढ़ मास का पहला दिन और आकाश के काले മേഘോं को देखकर. ഒരു വർഷകാലത്ത് ഭൂമി നന്നായി നനഞ്ഞിരുന്ന ഒരു കാലം, ആഷാഢമാസത്തിലെ ആദ്യത്തെ ദിവസം. ആകാശ് കെ കാലേ മേഘോं को देखकर, ആകാശത്തിലെ കറുത്ത മേഘങ്ങളെ കണ്ടിട്ട്. വിരഹി യക്ഷിക്ക മൻ ജബ് ഉജഡ് ഗയാ, വിരഹിയായ യക്ഷന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. യക്ഷനെ നാടുകടത്തുകയാണ്. അങ്ങനെ നാടുകടത്തി അദ്ദേഹം മറ്റൊരു രാജ്യത്താണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ടവൾക്ക് ഒരു സന്ദേശം അയക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ വളരെയധികം വേദനിക്കുന്ന ഒരു സന്ദർഭമാണ് കവിതയിലുള്ളത്. അപ്പൊ യക്ഷന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരുന്നു. തബ് ചിത്രകൂട് പർവ്വതക്കെ ശിഖർ പർ ഖടേ ഹോക്കർ, അപ്പോൾ ചിത്രകൂട പർവ്വതത്തിന്റെ ശിഖരത്തിൽ കയറി നിന്നിട്ട് ഉസ് ബേച്ചാരേനെ, ആ പാവം യക്ഷൻ, ഹാത്ത് ജോഡ്കർ മേഘോं के द्वारा, രണ്ട് കൈകളും കൂപ്പി, മേഘ കെ ദ്വാര, മേഘത്തിലൂടെ, അപ്നി പ്രിയ കെ പാസ് സന്ദേശ് ഭേജ, തന്റെ പ്രിയതമയുടെ അടുത്തേക്ക് ഒരു സന്ദേശം അയച്ചു. പൊട്ടിപ്പോകുന്ന ഹൃദയത്തോടുകൂടി, അടക്കാനാവാത്ത വേദനയോടുകൂടിയാണ് യക്ഷൻ ഒരു മേഘത്തിലൂടെ തന്റെ സന്ദേശം അയക്കാൻ ചിന്തിക്കുന്നത്. ഉൻ പ്രളയകാലീന മേഘോं के സാധി ബൻകർ, പ്രളയകാലീന മേഘത്തിന്റെ സാധി ബൻകർ, കൂട്ടുകാരനായിട്ട്, ഉൻകെ സാത്ത് കൽപ്പന കെ പങ്ഖോം പർ, അവയോടൊപ്പം സങ്കല്പമാകുന്ന ചിറകിൽ വിടർത്തി. ഉടനെ വാലെ കാളിദാസ്, പറന്ന് പറന്ന് നടക്കുന്ന കാളിദാസൻ. സാഫ് സാഫ് ബതാവോ, അല്ലയോ കാളിദാസ, സാഫ് സാഫ് ബതാവോ, സത്യസന്ധമായി പറയൂ. ദൂസരെ കി പീഡാ സേ ആപൂരിത് ഹോക്കർ തഥാ വിരഹ ദുഃഖ സെ thake ഹാരെ, മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേർന്നിട്ട്, തഥാ ദുഃഖ വിരഹ ദുഃഖ സെ thake ഹാരെ, വിരഹവേദന കൊണ്ട് ക്ഷീണിച്ച് അവശനായി, ഔർ ചൂർ ചൂർ ഹോക്കർ, വിങ്ങിപ്പൊട്ടി, ഉസ് വിശുദ്ധ ഏവം സഫേദ് പർവ്വത് കി ചോട്ടി പർ, ആ വിശുദ്ധമായ ആ വെളുത്ത പർവ്വതത്തിന്റെ, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിത്രകൂട പർവ്വതത്തിനെയാണ്. ആ ചിത്രകൂട പർവ്വതത്തിന്റെ ചോട്ടിപ്പർ, അതിന്റെ കൊടുമുടിയിൽ, ഹേ പ്രിയവർ, തും കിത്തനി ദേർ തക് സോത്തേ രഹേ ഥേ, അല്ലയോ പ്രിയപ്പെട്ടവ, അങ്ങ് എത്ര നേരം അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടായിരിക്കും. യക്ഷ് രോയാ ഥാ യാ തും രോയേ ഥേ, സച്ചായി തോ ബതാവോ, ആ സമയത്ത് യക്ഷനാണോ കരഞ്ഞത് അഥവാ അങ്ങാണോ കരഞ്ഞത്? സത്യസന്ധമായി പറയാമോ അങ്ങയ്ക്ക്? यह कविता विश्व कवि कालिदास के संवेदनशील व्यक्तित्व एवं उनकी रचनाओं के मार्मिक स्थलों पर केंद्रित है. ഈ കവിത ലോക കവിയായ കാളിദാസന്റെ ഏറ്റവും സെൻസിറ്റീവായ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ രചനകളുടെ മാർമികതയുമാണ് കേന്ദ്രീകരിക്കുന്നത്. കാളിദാസ് കാ കാവ്യ പഠിക്കർ कवि नागार्जुन इतने अभिभूत हो गए हैं कि, കാളിദാസന്റെ കാവ്യങ്ങളെല്ലാം വായിച്ചിട്ട് കവിയായ നാഗാർജുൻ സ്വയം പരാജിതനായി പോവുകയാണ്. ഇത്രമാത്രം വേ
ഉൻ കാവ്യോं കെ പാത്രോं के आंसुओं में അദ്ദേഹം ആ കവിതയിലെ കഥാപാത്രങ്ങളുടെ കണ്ണുനീരിൽ കവി കെ ആംസു ഹി ദേഖ്തേ ഹേ, കവിയുടെ കണ്ണുനീരാണ് കാണുന്നത്. നാഗാർജുൻ പറയുകയാണ്, മഹാകവി കാളിദാസന്റെ രചനകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ രചനകളിലെ കഥാപാത്രത്തിന്റെ കണ്ണുനീരിനെ സ്വയം കാളിദാസന്റെ കണ്ണുനീരായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ എന്ന്. കവി കാളിദാസ് പർ ദുഃഖ് കാദർ ഥി, കവിയായ കാളിദാസനിൽ ദുഃഖം ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. വേ ബഡേ ഭാവുക് ഭീ ഥേ, അദ്ദേഹം വലിയ ഭാവുകനുമായിരുന്നു. ഉനോനെ ദൂസരോ കി പീഡാ കോ ആത്മസാത് കർ, അദ്ദേഹം മറ്റുള്ളവരുടെ വേദനയെ സ്വയം ഏറ്റെടുത്തിട്ട് ഉൻകോ ഹി അപ്പനെ കാവ്യോമേം വാണി പ്രദാൻ കി ഹേ, അവർക്ക് വേണ്ടി അദ്ദേഹം കാവ്യോമേം വാണി പ്രദാൻ കി ഹേ, തന്റെ കാവ്യത്തിൽ അവർക്ക് വേണ്ടി അദ്ദേഹം വാക്കുകൾ കൊടുത്തിരുന്നു, ശബ്ദമുയർത്തിയിരുന്നു. कालिदास के काव्यों को पढ़ने वाले प्रत्येक व्यक्ति को जरूर एक അനുഭവ होगा. കാളിദാസന്റെ കാവ്യങ്ങള് വായിക്കുന്ന ഓരോ വ്യക്തിക്കും തീർച്ചയായും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാകാൻ സാധ്യത എന്നാണ് നാഗാർജുൻ ഈ കവിതയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മഹാകവി കാളിദാസനെ പറ്റി ആയതുകൊണ്ട് ഇതിന് പ്രാധാന്യം കൂടുതലാണ് എന്നതാണ്. നന്ദി, നമസ്കാരം.